ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? സുഖാണെന്ന് തന്നെ വിചാരിക്കുന്നു. എനിക്ക് സുഖാണ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞ പോലെ ഞാന് മടിയനേക്കാൾ വലിയ മടിയനാണ് ഞാൻ. കാണുന്ന കൂട്ടത്തിൽ ആരെങ്കിലും മടിയന്മാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ വരും. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കാം. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോരുത്തർ വീഡിയോസ് ജസ്റ്റ് 30 സെക്കൻഡ് ആയാലും ചില വീഡിയോസൊക്കെ 15 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 1 hours, hours ഒക്കെ ഉള്ള വീഡിയോസ് ഉണ്ട്. സോ നമ്മൾ വിചാരിക്കുമോ ഇവർ സിമ്പിളായിട്ട് എത്ര പെട്ടെന്ന് ഓരോന്ന് ചെയ്തിട്ടിട്ട് എന്തോരം പൈസ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ അതിന് പിന്നിലുള്ള എഫേർട്ട് എന്താണെന്നുള്ളത് അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ എൻ്റെ ചാനലിൽ 288 ഫോളോവേഴ്സ് എങ്ങനെയാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഒരു 2-3 months ആയി ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട്. ബട്ട് ഒരു 4 വീഡിയോസ്, മാക്സിമം 4 വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. ആ വീഡിയോസ് തന്നെ ഞാൻ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ചില ഷോർട്സ് ഒക്കെ ഒരു 4K ഒക്കെ അടിച്ച സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ള പറഞ്ഞു, ഞാൻ സൂപ്പർ അടിപൊളി, ഇനി ഡെയിലി വീഡിയോസ് ഇടണം, സെറ്റാക്കണം, യൂട്യൂബ് എങ്ങനെയും മോണിറ്റൈസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് ആ 2 വീഡിയോസിന്റെ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ടന്റ് തീർന്ന പോലെ ഞാൻ ഡ്യൂട്ടിയിൽ കുറച്ച് ബിസി ആയിപ്പോയി. സോ അങ്ങനെ 2 ദിവസം ഇടാതിരുന്നപ്പോൾ പിന്നെ ആ മടി വീണ്ടും എനിക്ക് പഴയതുപോലെ വന്നു. അങ്ങനെ എത്തി ഈ ഒരു ദിവസം വരെ എത്തിയിട്ടുണ്ട്. 1-2 വീഡിയോസിന് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് വരെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഗ്രോക്ക് എന്ന് പറഞ്ഞ ആപ്പ് എന്നെ ചതിച്ചു. അവന്മാര് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ചോദിച്ചു. ഓക്കെ, ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുക്കാമെന്നുള്ള ഒരു പ്ലാനിൽ നോക്കി. കാരണം മന്ത്ലി $10 എങ്ങനെയാണ് അവർ ചോദിച്ചത്, ലൈറ്റ് മോഡിന് കേട്ടോ, ലൈറ്റ് വേഷന് $10 എങ്ങനെയാണ് ചോദിച്ചത്. ഓക്കെ, ഞാനത് എൻ്റെ കാർഡും ഫ്രണ്ട്സിൻ്റെ കാർഡൊക്കെ വെച്ച് കുറേ ട്രൈ ചെയ്ത് നോക്കി. അവിടെ എന്നെ ചതിച്ചു, കാർഡ് വെച്ച് നടന്നില്ല. സോ ഞാൻ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്താ ചെയ്യാന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എണീറ്റ് ഫ്രഷായി പുറത്തിറങ്ങി ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചു. ആ സമയത്ത് ഫ്രണ്ട്സ് എന്നെ വിളിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് ഇങ്ങനെയൊക്കെ പറ്റിയടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു എൻ്റെ അടുത്ത്, നിങ്ങളുടെ മുഖം കാണിച്ച് സംസാരിക്കാൻ തുടങ്ങും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും, കണ്ടന്റ്സും കുറച്ച് കൂടുതലധികം കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്കും തോന്നി ഓക്കെ, എന്തുകൊണ്ട് മുഖം കാണിച്ചുകൂടാന്ന്. മുഖം കാണിക്കാതിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നാമത് സംസാരിക്കാൻ വലിയ ധാരണ ഇല്ലാത്ത കൂട്ടത്തിലാണ്. രണ്ടാമത് ഞാൻ ഭയങ്കര നാണക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് അടുത്ത് പഴകിക്കഴിഞ്ഞ് എനിക്ക് പിന്നെ പ്രശ്നമില്ല, ഞാൻ നല്ലോണം സംസാരിക്കും. പക്ഷേ അല്ലാതെ പുതിയ ആളുകളായിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒരു ഇന്ററാക്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ല, പെട്ടെന്ന് മിങ്കിളാവുന്ന കൂട്ടത്തിലില്ല. ബട്ട് വൺസ് സംസാരിച്ചു തുടങ്ങിയാൽ ഞാൻ സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാമറ നോക്കി സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഞാനിപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഉള്ളിലൊരു പേടിയുണ്ട്. ഇനി എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ എന്താ ആളുകൾ പറയാന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. എന്തായാലും വീഡിയോ അത്ര അധികം ആളുകൾ കാണാൻ പോകുന്നില്ല. ഡാം ഷുവർ അത് അത്ര റീച്ച് ഒന്നും കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്ക് റെക്കോർഡ് ചെയ്യുന്നത്. കണ്ടന്റ് ക്രിയേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്യാവശ്യം ക്രിയേറ്റിവിറ്റി, അത്യാവശ്യം നല്ല അതിൻ്റെ ഒരു വീഡിയോ വരുന്നതിൻ്റെ മുന്നേ ബാക്കിൽ നല്ലോണം പണിയെടുക്കുന്നവരുണ്ട്, സിമ്പിളായിട്ട് പണിയെടുക്കുന്നവരുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അതിന് കുറച്ച് എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. ഇപ്പൊ ദൈവം സഹായിച്ച് എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങൾ എൻ്റെ അടുത്ത് ലാപ്പ് ഉണ്ട്, ട്രൈപോഡ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിംഗ് ലൈറ്റുകൾ ഉണ്ട്, ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡ് ഉണ്ട്, അത്യാവശ്യം വേണ്ട അത്യാവശ്യം കുറച്ച് ഗാഡ്ജറ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണുണ്ട്, മൈക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ടന്റിന് ഭയങ്കര ക്ഷാമമാണ്. പക്ഷേ എന്നാൽ ഞാൻ നിൽക്കുന്നത് മാൽഡീവ്സ് ആണ്. കണ്ടന്റിന് ഒരു ക്ഷാമമില്ലാത്തൊരു രാജ്യമാണെന്ന് എല്ലാവരും പറയും. ഈ പറഞ്ഞ പോലെ ഞാൻ മുഖം കാണിച്ച് പുറത്തിറങ്ങി ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി അത്യാവശ്യം കണ്ടന്റ് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സോ ഇനി അങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇടാൻ നോക്കാം. അതിൻ്റെ ഇടയിൽ ഈ ഗ്രോക്കിന് പകരം ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടി ഞാൻ നോക്കുന്നുണ്ട്. ഫ്രണ്ട്സ് സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. എനിക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എനിക്കത് പാഷനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ എൻ്റെ മുഖം കണ്ടു വെറുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കാണുകയും ചെയ്യാന്നുള്ളൊരു
അതായത് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള നിലയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് 2 വീഡിയോയിൽ തന്നെ ഞാൻ ഇങ്ങനെ സ്റ്റക്കാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.